യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇവനെ ഇതിന് കാണാൻ നല്ല ഭംഗി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോ അമ്പലത്തിൽ പോകാനാണ് കേട്ടോ ഇങ്ങനെ റെഡി ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ഇന്ന് അമ്പലത്തിൽ പോകുന്നത് വെച്ചാല് നമ്മുടെ വൃശ്ചികോത്സവം നടക്കുമായിരുന്നു അമ്പലത്തില്. 28 ഓണം കഴിഞ്ഞ് നമ്മൾ പിന്നെ ആഘോഷിക്കുന്നത് വൃശ്ചികോത്സവം കേട്ടോ. വൃശ്ചികോത്സവം 12 ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് 12ാമത്തെ ദിവസമാണ്. ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയില്ല. എനിക്ക് ആദ്യം പീരീഡ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയതുകൊണ്ട് ആ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് 12ാമത്തെ ദിവസമായിരുന്നു, ലാസ്റ്റ് ദിവസമായിട്ട് എന്തായാലും പോവാന്ന് വിചാരിച്ചു. അവിടെ ആന അങ്ങനെ കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. ഇപ്പം ഈ 12 ദിവസം അവിടെ ഉച്ചയ്ക്ക് കഞ്ഞി സദ്യ പിന്നെ കുറെ കുടിലൊക്കെ കെട്ടിയ ആൾക്കാർ താമസിക്കും. അതേപോലെ എന്താ കാർണിവൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പരിപാടികൾ ഈ രാത്രിയിലാവുമ്പം നാടകം, ഗാനമേള അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ പോയി കണ്ടില്ല കേട്ടോ. എന്തായാലും ഇന്ന് പോവാന്ന് വിചാരിച്ചു. ഇന്നും എനിക്ക് വർക്കുണ്ട്, പക്ഷെ കുറച്ച് സമയം എടുത്തിട്ട് പോവാണ്. എന്തായാലും എന്റെ ഓഫീസിലുള്ള ആരും ഈ വ്ലോഗ് കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കുറച്ച് സമയം എടുത്ത് പോയിട്ട് വരാന്ന്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ അനുപമയുണ്ട്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ശ്രീമോനുണ്ട്. ഇന്ന് ഇപ്പൊ ഈ വ്ലോഗ് എടുക്കുന്നത് അനുപമയാണ് കേട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ശ്രീമോനെ വിളിക്കണം, ആനന്ദ് കാണും, പിന്നെ അമ്മയും അച്ഛനൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാനൊന്ന് പോയി കറങ്ങിയിട്ട് വരാം. അപ്പൊ ഇന്നൊരു എന്തായാലും വൃശ്ചികോത്സവത്തിന് ഒരു വീഡിയോ കൂടെ എടുക്കാന്ന് വിചാരിച്ചു. എന്റെ ഓഡിയൻസിനെയും കാണിക്കാം എങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെയെന്ന്. നിങ്ങളുടെ അവിടെയും വൃശ്ചികോത്സവമൊക്കെ നിങ്ങൾ ആഘോഷിക്കാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ അമ്പലത്തിൽ നടക്കുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങളെ കാണിക്കാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ ഇവനെ ഇതിന് കാണാൻ നല്ല ഭംഗി. പേടിയുണ്ടോ ലൈറ്റ് ആയിട്ട്? ആടുന്നോട് തോന്നില്ലല്ലോ, വലിയ ആട്ടം തോന്നില്ല, പക്ഷെ ഒരു പൊടിക്കലാട്ടം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇത് മിസ്സായത് ഞാൻ പറയാം. ഹലോ, എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആണോ? നോക്ക്. ഹായ് പറയണ, ഹായ് പറ. എന്റെ യൂട്യൂബ് ചാനൽ വരും നീ. നിന്റെ യൂട്യൂബ് ചാനലിന്റെ പേരോ? എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അച്ഛൻ പൊന്നു സതി 13. അച്ഛൻ പൊന്നു ആദി 13. ഓ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓൾമോസ്റ്റ് ഞങ്ങള് എല്ലാത്തിലും കയറി, മരണക്കിണറിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും കയറി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എനിക്ക് ജൈന്റ് വീല് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്. പിന്നെ തിരിച്ചു വരുമ്പം മസ്ക ബണ്ണും ഇറാനി ചായയും കഴിച്ചു. കൊള്ളായിരുന്നു. അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇതാണോന്നൊന്നും അറിയത്തില്ല, പക്ഷേ കഴിച്ചു. ബണ്ണ് കൊള്ളായിരുന്നു. ചായയിൽ ഭയങ്കര മസാല ആയതുകൊണ്ട് എനിക്ക് ചായ അത്ര ഇഷ്ടപ്പെട്ടില്ല. നോർമലി എനിക്ക് മസാല ചായ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ബണ്ണൊക്കെ കൊള്ളായിരുന്നു. ഇവക്ക് മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അത് ചായ? എനിക്ക് ഏലക്ക ഇട്ട ചായ കുറച്ച്. അയ്യോ ഇവിടെ ലൈറ്റ് ഇല്ല, ഒരു മിനിറ്റ്. അപ്പം ഇവക്ക് ചായയൊക്കെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീടെത്തി. ഒരു ഓൾമോസ്റ്റ് 10 മണി എങ്ങാണ്ടായി കേട്ടോ. എനിക്കും ശരിക്കും വർക്കുള്ളതാണ്. ഇന്ന് തന്നെ ജോലി എന്ന് പറഞ്ഞു വിടുമോ ആവോ എനിക്കറിയത്തില്ല. എന്നാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പരിപാടിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല, സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുക. നല്ലപോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എങ്കിലും കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല, അതെനിക്കറിയാം. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത് പലപ്പോഴും മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ സ്റ്റേ ഹാപ്പി ഗൈസ്.